ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് സിഗ്നൽസ് നമ്മൾ കാണലുണ്ട്. റോഡിൻ്റെ അരികിൽ ഓരോ ബോർഡായിട്ടും അതുപോലെ പല രീതിയിലുള്ള സിഗ്നൽസ് നമ്മൾ കാണലുണ്ട്. അതുപോലത്തെ കുറച്ച് സിഗ്നൽസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാം ട്രാഫിക്കിൽ ഒരു 3 സിഗ്നൽസ് കാണാം. പച്ച, ചുവപ്പ്, മഞ്ഞ. ഈ നിറത്തിലുള്ള 3 വിധം ലൈറ്റുകൾ നമ്മളവിടെ കാണുന്നതാണ്. അപ്പോൾ പച്ച കത്തി നിൽക്കുന്ന സമയത്താണ് നമുക്ക് മുന്നോട്ട് പോവാമെന്നാണ് പച്ച ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് മഞ്ഞയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ റെഡിയാണ്. കാരണം മഞ്ഞ കഴിഞ്ഞേക്ക് റെഡാണ് വരിക. റെഡ് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, നമുക്ക് പോകാൻ പറ്റൂല എന്നാണ്. ഈ റെഡ് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അതുപോലെ ഈ റെഡ് കത്തി നിൽക്കുന്ന സമയത്താണ് വഴിയാത്രക്കാരും അതുപോലെ സ്കൂൾ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യണേ. സീബ്ര ലൈൻ ഉണ്ടാവും നേരെ ഫ്രണ്ടിൽ, അതിലൂടെ ക്രോസ് ചെയ്യണത് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ റെഡ് സിഗ്നൽ കാണുന്ന ടൈമിൽ വണ്ടി മുന്നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് എന്തായാലും ഉണ്ടാവും. ഒരു സംശയവും വേണ്ട, ആക്സിഡൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 100ൽ 90% ആക്സിഡൻറ്റ് ഉണ്ടാവും. അതുപോലെ നമ്മളും തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതാണ്. അതുപോലെ നമ്മളെ നാട്ടിലും തന്നെ ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരും വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഓരോ റോട്ടിലും എത്ര സ്പീഡിലാണ് സഞ്ചരിക്കേണ്ടതെന്ന് കാണിക്കാനും നമുക്ക് എല്ലാവർക്കും അറിയാം. റോഡിൽ കൂടുതൽ കാണുന്നത് ചുവന്ന വൃത്താകൃതിയിലുള്ള ചിഹ്നങ്ങളാക്കണം. അതിൻ്റെ ഉള്ളിലൊരു ചിഹ്നം വരുന്നത്, ഈ റെഡ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ചിഹ്നങ്ങൾ എല്ലാ ഡ്രൈവേഴ്സും പാലിക്കേണ്ട ചിഹ്നങ്ങളാണ്. ഈ ചുവപ്പ് നിറത്തിലുള്ള നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റായ ദിശയിലൂടെ സഞ്ചരിക്കുകയും അപകടങ്ങൾ വരാൻ സാധ്യത കൂടുകയും ചെയ്യും. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലെ ചുവന്ന ത്രികോണങ്ങളാണ്. ഈ ത്രികോണാകൃതിയിലുള്ള ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് മുന്നറിയിപ്പുകളാണ്. റോഡ് ചെറുതാകുന്നു, റോഡിലെ വളവുകൾ, അതേ സ്കൂളുകൾ, അമ്പുകൾ, അടുത്തുള്ള റെയിൽവേ, ഇതുപോലത്തെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്ന ചിഹ്നങ്ങളാണ് ഈ മുകളിൽ കാണുന്ന ചിഹ്നങ്ങൾ. പിന്നീട് കൂടുതലായി കാണപ്പെടുന്ന ചിഹ്നങ്ങളാണ് നീലച്ചതുരം, അതിൻ്റെ ഉള്ളിൽ വരുന്ന ചിഹ്നങ്ങൾ. ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് പെട്രോൾ പമ്പുകളെയും ഹോട്ടൽസിനെയും ഒക്കെയാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് ചിഹ്നങ്ങളും ബോർഡുകളുമെല്ലാം നമ്മൾ റോഡുകളിൽ കാണാറുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ